സുഹൃത്തുക്കളെ, നമ്മൾ കുമാരനല്ലൂർ ഒരു മേൽപ്പാലം കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ഇടവഴിയിടുന്ന ഇങ്ങനെ ഒരു ബോർഡ് കാണാം, കരിയാമ്പാടം ടൂറിസ്റ്റ് വില്ലേജ്. ഇതെന്ത് സംഭവമാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിലേ, അന്തിമയങ്ങും മുമ്പ് അന്തിമാനത്തിന്റെ അന്തമില്ലാത്ത ചന്തം അന്താളിപ്പില്ലാതെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ള കോട്ടയംകാർക്കായിട്ട് അത്ര മോശമല്ലാത്തൊരു സ്ഥലമാണ് ഇത്. നോക്കിയ കരിയാമ്പാടം എന്ന വിശാലമായ ഈ പാടശേഖരം മുഴുവൻ കരിഞ്ഞുപോയ നമ്മുടെ വിരസതകൾക്ക് സർക്കാർ ചെലവിൽ മനം കുളിരുന്നൊരു ആസ്വാദന ഇടമാക്കിയിരിക്കുകയാണ്. ഈ അവധിക്കാലത്ത് അടച്ചിട്ട മുറിയിലിരുന്ന് മൊബൈലിലൂടെ ലോകം കാണുന്ന പൊന്നോമനുകളെയൊക്കെ രണ്ട് തട്ടും കൊടുത്ത് കൈ പിടിച്ച് ഇതുപോലത്തെ പ്രകൃതിയുടെ ചന്തം കാണിക്കാൻ വല്ലപ്പോഴും കൊണ്ടുവരുന്നത് അവർക്കും നിങ്ങൾക്കും മൊബൈലിനും ഇത്തിരി ആശ്വാസമാകും. ചെന്നപ്പോൾ തന്നെ കലർപ്പില്ലാത്തൊരു ഇളം കാറ്റ് നമ്മളെ സ്വാഗതം ചെയ്തു. ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് സുന്ദരമായിട്ട് നിരത്തിയിട്ടിരിക്കുന്ന സിമന്റ് ബെഞ്ചുകൾ നമ്മളെ മ്യാടി വിളിച്ചു. പാടത്തിന്റെ നടുക്കൂടെ വെട്ടി വീണ കിടന്ന പാലത്തിന്റെ ഇരുവശവും സഞ്ചാരികളുടെ വരവും കാത്ത് തദ്ദേശവാസികളായ നാടൻ വീട്ടമ്മമാരുടെ നാടനും മോഡേണുമായ പലതരം രുചിക്കൂട്ടുകൾ പാത്രത്തിലിരുന്ന് ഇങ്ങനെ കൊതി പിടിപ്പിച്ച് പാലത്തിന്റെ വലം ചാടി പാടത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വെട്ടിയിട്ട നീർച്ചാലിലൂടെ സർക്കാർ ചെലവിൽ ചിലവില്ലാതെ തൊഴിയാൻ കുറച്ച് ഫൈബർ വള്ളങ്ങളൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ചെലവില്ലാത്തതിനാൽ ചെലവന്മാര് തോന്നിയ പോലെ തൊഴിഞ്ഞ് തല്ലിക്കൊന്ന പാമ്പിനെ പോലെ കോലം തിരിഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഫൈബർ ബാട്ടുകൾ. പണ്ട് കുട്ടനാടിലെ പാടശേഖരത്തിന് നടുവിലൂടെ തുഴഞ്ഞു തീർത്ത കാലഘട്ട ജീവിതങ്ങളെ 2K ബോയ്സിന് അറിയുമോ ആവോ? അതറിഞ്ഞില്ലെങ്കിലും വെള്ളം തൊടാതെ വള്ളം തൊഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത വെള്ളം നനഞ്ഞ് നീന്താൻ അറിയുന്നതാണ് എന്നറിഞ്ഞാൽ മതിയായിരുന്നു. തൊഴിയട്ടെ, അങ്ങനെ അറിയട്ടെ നാടൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഒരു നടപ്പായിരുന്നു. പാടവും തോടും അതിലിട്ട് മണ്ണടിച്ച് പൊക്കി കയർമാറ്റ് പാകിയ വഴിയിലൂടെ ഇങ്ങനെ നടക്കാം. സംഭവം വലിയ ആനചേനയൊന്നും ഇല്ലെങ്കിലും സായാഹ്ന വേളകളിൽ ഓളും കെട്ടിയോളും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ട് അസ്തമയവും വള്ളവും വെള്ളവും നാലാളെയും പറ്റിയ രണ്ട് പാമ്പിനെയും കുറെ കൊക്കിനെയൊക്കെ കണ്ട് അന്യോന്യം വർത്താനൊക്കെ പറഞ്ഞ് ടിവിയെയും മൊബൈലിനെയൊക്കെ ഉറക്കെടുത്തി പ്രകൃതിയെ കൂട്ടുപിടിക്കാം. ഏകദേശം 2 കിലോമീറ്ററോളം പാകിയ ഈ കയർവിരിപ്പിലൂടെ തളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് കാല് പൊതിയുമ്പോൾ ഒരു ഇക്കിളി തോന്നുമെങ്കിലും ഉണ്ടല്ലോ, 2 മഴ പെയ്യുമ്പോൾ എന്താകുമോ അവസ്ഥ എന്നറിയുമ്പോഴത്തേക്ക് ആ ഇക്കിളി അങ്ങ് പോയി. ആകാശത്തിൽ ഒറിജിനൽ സൂര്യനും വെള്ളത്തിലെ ഡ്യൂപ്ലിക്കേറ്റും കൂടി ഇവമാർക്കൊന്നും വേറെ പണിയില്ലെന്ന് പറഞ്ഞ് കലിപ്പിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു നടന്നു. കൂടുതൽ പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എത്ര ദൂരം നമ്മൾ നടക്കുന്നു അത്രയും ദൂരം തിരിച്ചെടുക്കണം. അതിനുള്ള ആംബിയർ ഇല്ല കേട്ടോ. നടന്ന് അണച്ചുകുത്തി അഭയം തേടി നമ്മൾ ആദ്യം കണ്ട പാലത്തെ തന്നെ തിരിച്ചെത്തി കേട്ടോ. അമ്പട പുളിസോ, കരിയാമ്പാടം ടൂറിസ്റ്റ് വില്ലേജിന്റെ സമീപ ഹോമുകളിൽ താമസിക്കുന്ന നാടൻ ഹൗസ് വൈഫ് ചേച്ചിമാരുടെ നല്ല ഉഗ്രം വെറൈറ്റികൾ പാത്രത്തിലിരുന്ന് മതാല സ്വഭാവത്തിൽ നമ്മളെ നോക്കി ചിരിക്കുന്നു. വളോ എന്തു വരട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല കപ്പയും കാച്ചിലും മധുരക്കിഴങ്ങും മുളക് ചമ്മന്തിയും ഒക്കെ മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വാങ്ങി. കൂട്ടത്തിൽ വെട്ടി കിട്ടിയെടുത്ത് പച്ചമരുന്ന് തേച്ച പോലത്തെ 2 കോഴിമുട്ടയും. പഞ്ഞകാലത്ത് പട്ടിണിക്കാരന്റെ പൊട്ടച്ചട്ടിയിൽ നിന്നും കാലം മാറിയപ്പോഴത്തേക്ക് കോട്ട് സൂട്ട് ഇട്ട് 5 സ്റ്റാർ ഹോട്ടൽ വരെ പോയ നമ്മുടെ സ്വന്തം കപ്പ. നല്ല സൂപ്പർ കപ്പയും ചേമ്പും കാച്ചിലും നല്ല ഇടിച്ച മുളക് ചമ്മന്തിയെ കൂട്ടി നമുക്ക് ഈ പാടത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ കഴിക്കാം. കപ്പയും കാച്ചിലും ഒക്കെ വിഴുങ്ങി വെള്ളവും കുടിച്ചപ്പോഴത്തേക്കാണ് കുറച്ച് കുട്ടികളുടെ കടലക്കട കണ്ടത്. അവർക്കൊരു പ്രോത്സാഹനത്തിന് കടലയും വാങ്ങി നമുക്കൊരു പ്രോത്സാഹനത്തിന് വെറുതെ കുറിച്ച് കരിയാമ്പാടം പാടശേഖരത്തിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി കൂട്ടം കൂടി വരുന്ന ആൾക്കൂട്ടത്തെ നോക്കി പരിചയമുള്ള 1-2 എണ്ണത്തിന് കയ്യും പൊക്കി കാണിച്ചിട്ട് ഹാപ്പി ആയിട്ട് നമ്മളങ്ങ് മടങ്ങി.